പി ദിവ്യ രാജിവെച്ച ഒഴിവിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി LDF-ലെ അഡ്വക്കേറ്റ് കെ രത്നകുമാരിയെ തെരഞ്ഞെടുത്തു. വോട്ടെടുപ്പിൽ നിന്ന് പി ദിവ്യ വിട്ടുനിന്നു. തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ മാധ്യമങ്ങൾക്ക് കണ്ണൂർ ജില്ലാ കളക്ടറുടെ വിലക്ക്. നടപടികൾ പൂർത്തിയായ ശേഷമാണ് മാധ്യമങ്ങളെ ഹാളിലേക്ക് പ്രവേശിപ്പിച്ചത്. അതിനിടെ കണ്ണൂരിലെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും പൂർത്തിയാക്കാനുള്ള പദ്ധതികൾ അക്കമിട്ട് നിരത്തിയും പി ദിവ്യ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. പുതിയ പ്രസിഡന്റിന് അഭിവാദ്യം നേർന്നുകൊണ്ടുള്ള പോസ്റ്റിലാണ് ദിവ്യ താൻ നടപ്പാക്കിയ വികസനങ്ങൾ പരാമർശിക്കുന്നത്. കഴിഞ്ഞ 3 വർഷവും 10 മാസവും പിന്തുണ നൽകിയവർക്ക് പി ദിവ്യ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ നന്ദിയും രേഖപ്പെടുത്തി. സിനോജ് തോമസ് നൽകും കൂടുതൽ വിവരങ്ങൾ. സിനോജ് തോമസ്, പി ദിവ്യയ്ക്ക് പകരക്കാരിയായി കെ രത്നകുമാരിയെ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. ഇപ്പോൾ അതൊരു ഔദ്യോഗിക തെരഞ്ഞെടുപ്പിലേക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിലേക്ക് എത്തുകയാണ്. ജില്ലാ പഞ്ചായത്ത് അംഗമല്ലേ ഇപ്പോഴും പി ദിവ്യ? അവരെന്തുകൊണ്ടാണ് വോട്ടെടുപ്പിന് എത്താതിരുന്നത്? സുജയപാർവതി, ഇതേ സംശയം തന്നെ നിയുക്ത പ്രസിഡന്റിനോട് നമ്മൾ ചോദിച്ചിരുന്നു. ആ സമയത്ത് കെ രത്നകുമാരി പറഞ്ഞത് പി ദിവ്യ ഉപാധികളോടെയുള്ള ജാമ്യത്തിലാണല്ലോ, അതുകൊണ്ടാണ് വരാതിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിച്ചു, ഉപാധികൾ ഇത് പറയുന്നില്ലല്ലോ, ജില്ലാ പഞ്ചായത്തിൽ വരാൻ പാടില്ല എന്ന് പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇനി തെരഞ്ഞെടുപ്പിൽ വന്ന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതെങ്കിലും സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തുന്ന രീതിയിൽ വാർത്തകൾ വരാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് മാറി നിന്നു എന്നാണ് പുതിയ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് പി ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. രത്നകുമാരിയുടെ ചിത്രങ്ങൾ സഹിതം വെച്ചുകൊണ്ടുള്ള പോസ്റ്റാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷവും 10 മാസമാണ് പി ദിവ്യ പ്രസിഡന്റ് പദവിയിലിരുന്നത്. ആ കാലഘട്ടത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഓരോ അക്കമിട്ട് എണ്ണി പറയുന്നു. അതോടൊപ്പം തന്നെ ഇനി ചെയ്യാനിരുന്ന വികസന പദ്ധതികൾ കൂടി എടുത്തു പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇന്നത്തെ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് 11 മണിക്കായിരുന്നു നിശ്ചയിച്ചിരുന്നത്. കളക്ടറായിരുന്നു ഇതിൻ്റെ വരണാധികാരി എന്ന് പറയുന്നത്. നമുക്കറിയാം, നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കളക്ടറും ഏറെ വിവാദത്തിൽ ഉൾപ്പെട്ടതാണ്. കളക്ടർ തന്നെയാണ് ഇതിൻ്റെ വരണാധികാരിയായി എത്തിയത്. വലിയ പോലീസ് സന്നാഹം ഇവിടെ ഉണ്ടായിരുന്നു. കാരണം ഈ പ്രതിപക്ഷ UDF-ൻ്റെ അംഗങ്ങൾ വലിയ പ്രതിഷേധിക്കാനുള്ള സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ സുരക്ഷ ഒരുക്കിയിരുന്നത്. പക്ഷേ മാധ്യമങ്ങൾ അകത്തേക്ക് കയറ്റിയില്ല. സാധാരണ നമ്മൾ ബജറ്റ് അവതരണം, ഈ കൗൺസിൽ യോഗത്തിനൊക്കെ തന്നെ മാധ്യമങ്ങൾ കയറാറുള്ളതാണ്. പക്ഷേ കളക്ടറുടെ നിർദ്ദേശപ്രകാരം പോലീസ് മാധ്യമങ്ങളെ ജില്ലാ പഞ്ചായത്തിന് ഗേറ്റിന് അവിടെ വെച്ച് തടയുകയാണ് ചെയ്തത്. കളക്ടർ വന്ന സമയത്ത് മാധ്യമങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ട് നമ്മൾ അകത്തേക്ക് കയറ്റുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ കളക്ടർ പറഞ്ഞത് പ്രവേശനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കളക്ടർ അകത്തേക്ക് പോവുകയാണ് ചെയ്തത്. ഒരു 3/4 മണിക്കൂർ സമയമെടുത്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത്. ഒരു 11:45-ന് തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ച് ഇതിൻ്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം നടക്കുന്ന സമയത്ത് മാത്രമാണ് അകത്തേക്ക് മാധ്യമങ്ങളെ കയറ്റുന്നത്. കളക്ടർ തന്നെയാണ് വിജയം പ്രഖ്യാപിക്കുന്നത്. 16 വോട്ടുകൾക്കാണ് കെ രത്നകുമാരി ജയിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥിയായിരുന്നു ജൂബിലി ചാക്കോയ്ക്ക് 7 വോട്ടുകളാണ് ലഭിച്ചത്. കളക്ടർ തന്നെ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നു. അതിനുശേഷം കളക്ടർ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. അതിന് പിന്നാലെ തന്നെയാണ് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഈ ജില്ലാ പഞ്ചായത്തിലെത്തി അഭിനന്ദനം അറിയിക്കുന്നു. അഴീക്കോട് MLA KV സുമേഷ് ഉൾപ്പെടെ തന്നെ ഇവിടെ എത്തി അഭിനന്ദനം അറിയിക്കുകയാണ് ചെയ്തത്. വലിയ പ്രതിഷേധം ഉണ്ടാകുന്ന പോലീസിന് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നില്ല. പ്രതിപക്ഷ അംഗങ്ങളൊക്കെ തന്നെ ഈ ചേംബറിലെത്തി പുതിയ പ്രസിഡന്റ് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊരു ഉപദേശം നൽകിക്കൊണ്ടാണ് പ്രതിപക്ഷം മുന്നോട്ട് പോയത്. കാരണം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ കണ്ണൂരിൽ ഉയർന്നതാണ്. കളക്ടർക്കെതിരെയും കളക്ടറേറ്റ് മുൻപിലും ജില്ലാ പഞ്ചായത്തിന് മുന്നിലൊക്കെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത പോലീസും ജില്ലാ ഭരണകൂടം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും തന്നെ ഉണ്ടായില്ല. സമാധാനപരമായിട്ടാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. സുജയ, വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് പി ദിവ്യ താൻ രംഗത്തുണ്ട് എന്നുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിട്ടുണ്ട് ഇതിനിടയിൽ.